ഇന്നലെ കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ഉണ്ടായിരുന്ന 10ാം ക്ലാസ്സുകാരൻ മരിച്ചു എന്ന വാർത്തയാണ്. കോഴിക്കോട് സ്വദേശി ഷഹബാസാണ് മരിച്ചത്. ഇതിനിടെ ഈ കുട്ടികൾ തമ്മിൽ നടന്ന ഒരു ചാറ്റിന്റെ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ കൂടി വരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഒരു കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി മരിച്ചു എന്നത് തന്നെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. പക്ഷേ അതിലേറെ ഞെട്ടിക്കുന്നത് ആ കുട്ടികൾ തമ്മിൽ, അവരുടെ ഗ്രൂപ്പുകൾ തമ്മിൽ നടത്തിയ ഇൻസ്റ്റഗ്രാം ചാറ്റാണ്. ഈ ഷഹബാസിന്റെ മരണം എപ്പോഴായിരുന്നു സംഭവിച്ചത്? എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തയുമായാണ് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ആ വാർത്തകൾ ആരംഭിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി, അതായത് 12:30-ക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. പിന്നീട് പുലർച്ചയോടുകൂടി ഈ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ ആശുപത്രി പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ ഷഹബാസിന്റെ നില അങ്ങേയറ്റം ഗുരുതരമായിരുന്നു. 80%-ലധികം കോമ സ്റ്റേജിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നതെന്ന് രക്ഷകർത്താക്കളെ അറിയിച്ചു. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാലൊക്കെ പോലും പറഞ്ഞത്, ഡോക്ടർമാർ പറയുന്നത് യാതൊരു പ്രതീക്ഷയും കുട്ടിയുടെ കാര്യത്തിൽ ഇല്ല എന്ന് തന്നെ തീർത്ത് ആ അച്ഛൻ തന്നെ നമ്മോട് നേരിട്ട് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായിരുന്നു എന്ന ഒരു സ്ഥിതി നമുക്കും മനസ്സിലായിരുന്നു. ഡോക്ടർമാരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കുന്നെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ഇന്നലെ ശ്വസനം നടന്നു വരികയും ചെയ്ത് അതിനുശേഷം ആ നില അങ്ങേയറ്റം വഷളാവുകയും ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. കേവലം 16 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ അവന്റെ സ്റ്റഡി ലീവിന് പഠിക്കേണ്ട സമയത്ത് കുട്ടികളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം പോവുകയും ഇത്തരമൊരു സംഘർഷത്തിൽ ഇടപെടുകയുമാണ് ചെയ്തത്. പിന്നീട് ആ കുട്ടിക്ക് ജീവൻ തന്നെ നഷ്ടമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. എന്തായാലും ഇക്കാര്യങ്ങൾക്കൊക്കെ ഒരു തുടക്കമായത് താമരശ്ശേരി വെഴുപ്പൂർ റോഡിലുള്ള ട്രിസ് ട്യൂഷൻ സെന്റർ എന്ന സ്ഥലത്തെ ചില ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അവിടെ ഈ സെന്റ് ഓഫ് പാർട്ടി, അതായത് ഈ ആളുകൾ ഈ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ പിരിഞ്ഞു പോകുമ്പോൾ നടത്തുന്ന പാർട്ടി നടത്തുകയും ആ പാർട്ടിയിൽ വെച്ചിട്ട് ഒരു യുഗ്മ നൃത്തം കളിക്കുന്നു, ഒരു കപ്പിൾ ഡാൻസ് രീതിയിൽ ഒരു നൃത്തം കളിക്കുന്നു ഒരു വിഭാഗം. മറുവിഭാഗം ഈ നൃത്തത്തിന്റെ ചുവടുകൾ തെറ്റി എന്നാരോപിച്ചു കൂവുന്ന ഒരു സാഹചര്യം. അപ്പോൾ തന്നെ 2 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഒപ്പം താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളായിരുന്നു. ഈ വിദ്യാർത്ഥികൾ പരസ്പരം അവിടെ വെച്ച് തന്നെ പോരടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് അധ്യാപകർ ഇടപെട്ട് ആ കുട്ടികളെ അവിടെ നിന്നും നീക്കം ചെയ്ത് വീടുകളിലേക്ക് പറഞ്ഞയച്ചു. ഇത്തരത്തിൽ ആ ട്യൂഷൻ സെന്ററിൽ ഉണ്ടായ സംഭവങ്ങളെ ആ ട്യൂഷൻ സെന്ററിൽ തന്നെ അവസാനിപ്പിക്കുന്നതിന് വിടുന്നതിന് കുട്ടികൾ തയ്യാറായില്ല എന്നതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ വസ്തുത. 2 സ്കൂളിലെയും കുട്ടികൾ വെവ്വേറെ ഇൻസ്റ്റാ ചാറ്റും വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഈ സംഭവത്തിന്റെ ബാക്കി എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഗൗരവതരമായ ആലോചനകൾ അവിടെ നടത്തുന്നു. അങ്ങേയറ്റം ക്രിമിനൽ ബുദ്ധിയിൽ നിന്നും ഉരുത്തിരിയുന്ന തരത്തിലുള്ള ആലോചനകൾ തന്നെ അവിടെ നടത്തുന്നു. അതിനുശേഷമാണ് പിന്നീട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി വീണ്ടും വൈകുന്നേരം 6:30യോടുകൂടി ഈ താമരശ്ശേരിയിലെ ഈ ട്യൂഷൻ സെന്ററിന് സമീപിച്ച് വീണ്ടും 2 വിഭാഗവും സംഘടിക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്ത് ആ വഴക്കിനിടെയാണ് ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. ആദ്യം ഈ വലിയ പരിക്കുകളൊന്നും ശരീരത്ത് പ്രകടമായിരുന്നില്ല. ഈ ശരീരം പൊട്ടുകയോ രക്തമൊഴുകുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഷഹബാസ് വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തി കുറെ കഴിഞ്ഞപ്പോൾ വലിയ ശാരീരികമായ അവശതകൾ നേരിടുന്നു. കഷ്ടിച്ച് ചില വാക്കുകൾ പോലും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം, അതായത് മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ ഇന്നലെ ആ പിതാവ് നമ്മോട് പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പോലും കഴിയാത്ത വിധം അവശരായി മാറുന്ന കുട്ടിയാണ് അവർക്ക് കാണാനായത്. അതിനുശേഷം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ കുട്ടിയുടെ നില വഷളാവുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. തലയ്ക്ക് മാരകമായ പരുക്ക്, അതായത് തലച്ചോറിനുള്ളിൽ പരുക്ക്, രക്തം കട്ട പിടിക്കുന്നതടക്കമുള്ള അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കുട്ടി നീങ്ങുന്ന സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും അപ്പോൾ മുതൽ പരമാവധി ചികിത്സകൾ കുട്ടിക്ക് നൽകിയിരുന്നു. പക്ഷേ കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുമായി ഇന്നലെ പോലീസ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. കുട്ടി കുറ്റവാളികളാണ്, അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായാവും പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ഈ സ്കൂളിലെ ഒരു ആഘോഷവും അതേ ചൊല്ലിയുള്ള സംഘർഷവും വഴിമാറിയിരിക്കുന്നത്. ശ്രീജ.
അതിലേക്കാണ് ഈ രാവിലെ ഒരു ദിവസം പുലരുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുന്നത് എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും പ്രേക്ഷകർക്ക് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ഇത് നമ്മൾ കേൾക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്നത് ഞെട്ടിക്കുന്നതാണ്. ആ ഇൻസ്റ്റഗ്രാം ചാറ്റിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. അനീഷെ, നമ്മളൊക്കെയും സ്കൂളിൽ പഠിച്ചതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ മുൻപത്തെ തലമുറയും പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ കുട്ടികൾ തമ്മിൽ ഇത്തരം സംഘർഷം ഉണ്ടാവുന്നതും ചെറിയ വാക്കേറ്റം ഉണ്ടാവുന്നതും ഒക്കെ പതിവാണ്. പക്ഷേ അവിടെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. 10ാം ക്ലാസ്സുകാരാണ്, 15ഓ 16ഓ മാത്രം വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, അവൻ്റെ കണ്ണു പോയി നോക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പേടിയാവുകയാണ്. ഇത് ഈ അക്രമം നടന്നതിന് ശേഷമുള്ള വോയിസ് ചാറ്റാണോ? സംഭവം നടന്ന ശേഷവും അതിനു മുമ്പുമുള്ള വോയിസ് ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ 2 തരത്തിലാണ്. ഒന്ന്, അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പുള്ള വോയിസ് ചാറ്റാണ് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം ഇത് നടന്ന ശേഷമുള്ള ഇവരുടെ സംഭാഷണത്തിലും പറയുന്നുണ്ട്. കാരണം ഇത് വലിയ കാര്യമുള്ള കുഴപ്പമല്ല, അവൻ ഇങ്ങോട്ട് വന്ന് കയറിയതാണ്. അതായത് ഷഹബാസ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നതാണ്, അതുകൊണ്ട് വലിയ കേസൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിൽ. അതായത് ഈ കുട്ടികൾ ഈ കൃത്യം നടക്കുന്നതിന് മുമ്പ് കൊല്ലണമെന്ന ഒരു കൃത്യമായ ഉദ്ദേശം, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ പോലും അത്തരം അവരുടെ ചിന്തകളിലൊക്കെ അത്തരം കാര്യങ്ങൾ കടന്നു വരുന്നു എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം പിന്നീട് ഇത് കേസ് ഉണ്ടാവില്ല, ഇതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ച്, അതായത് ഈ ജൂനൈൽ കേസുകളാണ് വരുന്നത്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്, അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന പരിണത ഫലങ്ങളെ കുറിച്ച് പോലും അവർ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുത. കാരണം സഹപാഠിക്കൊരു പിശക് പറ്റി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഘർഷം ഇതിലേക്ക് വഴിമാറുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടോ അത്തരം കാര്യങ്ങളൊന്നുമല്ല അവരതിന് ശേഷവും ചർച്ച ചെയ്തു. നമുക്കറിയാം, കേവലം ഒരു ട്യൂഷൻ സെന്ററിൽ ഈ ഒരു പാട്ട് റെക്കോർഡിട്ട് പാട്ടിടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാട്ട് തടസ്സപ്പെടുക, ഈ നൃത്തം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാട്ട് തടസ്സപ്പെടുത്തുക എന്നൊരു ചെറിയ കാര്യമാണ് അവിടെ നടന്നത്. അതിനുശേഷം ഈ താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾ, ചില വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്നു. ഈ കൂകി വിളിക്കുന്നതിനപ്പുറം 2 സ്കൂളിലെയും വിദ്യാർത്ഥികൾ പരസ്പരം സംഘടിക്കുന്നു. ഇന്നലെ ഈ ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ പറഞ്ഞതനുസരിച്ച് ഈ ഷഹബാസ് ആ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടി പോലുമല്ല, അവർ സുഹൃത്തുക്കളുടെ ആഹ്വാനം അനുസരിച്ച്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വൈകുന്നേരം അവിടേക്ക് പോകാൻ നേരത്ത് വിളിച്ചപ്പോൾ അവരുടെ ഒപ്പം പോയ ആൾ മാത്രമാണ് ഷഹബാസ്. അങ്ങനെ ഈ 2 സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത്. പക്ഷെ അവർ മാത്രമല്ല, അവരുടെ പുറത്തുള്ള മറ്റിടങ്ങളിലെ കൂട്ടുകാരെ കൂടെ വിളിച്ചുകൊണ്ട് പോയി ആക്രമിക്കുന്ന ഒരു രംഗം. ഈ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴിയൊക്കെ അനുസരിച്ച് ഈ കൈകൊണ്ട് മാത്രമല്ല, നെഞ്ചക്ക് പോലുള്ള ചില ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഇത്തരമൊരു മർദ്ദനം നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഒപ്പം ഇക്ബാലിന്റെ അച്ഛൻ ഇന്നലെ നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. ഈ കേവലം കുട്ടികൾ ഉണ്ടാക്കുന്ന വഴക്കല്ല, അതിനുപരി ഈ മുതിർന്നവർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന സംശയം തനിക്കുണ്ട്. അതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഷഹബാസിനെ ലക്ഷ്യമാക്കി തന്നെയാണ് ആക്രമണം നടന്നതെന്ന ഒരു ചിന്തയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ആലോചനയോടുകൂടി, ആസൂത്രണത്തോടുകൂടിയാണോ ഈ കൃത്യം നടന്നത് എന്ന സംശയം